പാലസിന്റെ വാതിൽ ഒരിക്കലും തുറക്കില്ല. നീ എന്തൊക്കെ ചെയ്താലും ശരി, പാലസിന്റെ കഥക് തുറന്നില്ലെങ്കിൽ പിന്നെ നീയും രംഗിലിയും രക്ഷപ്പെടില്ല. ഇതാ പിടിച്ചോ. ഇത് എങ്ങനെയാ സംഭവിച്ചത്? എന്റെ മിന്നലിന്റെ ശക്തി അങ്ങനെ തോൽക്കില്ലല്ലോ. എന്നെ നീ പറ്റിച്ചു. ഇത് രുദ്രയല്ല, രുദ്രയുടെ ഇമേജ് മാത്രമാണ്. ഞാൻ എല്ലാം നശിപ്പിക്കും. ആരെയും വെറുതെ വിടില്ല. ജയ്സിംഗ് രുദ്രയ്ക്കും മാന്ത്രിക ലോകത്തിന്റെ എല്ലാ അടവുകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കിപ്പോൾ വിശ്വാസമുണ്ട്. ഇത്തവണ സൺസിറ്റിയെ രക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല? എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ആദ്യം ചെന്ന് നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. വയറ്റിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ എന്റെ ബ്രെയിൻ ജോലി ചെയ്യുള്ളൂ. രംഗീല, നിങ്ങൾ എന്തിനാ ചാടി പുറത്തേക്ക് പോയത്? തരൂ, ആ ട്രെയിൻ കയ്യിൽ തന്നേക്ക്. ഈ ട്രെയിൻ നിങ്ങൾ തന്നെ പിടിച്ചോ. രംഗീല, ഇനി നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണ്ട. രംഗീല, ഇവിടെ ആർക്കും ഒന്നും ആവശ്യമില്ല. നീ അകത്ത് ചെന്ന് ഒരല്പനേരം റെസ്റ്റ് എടുക്കൂ. ജയ്സിംഗിന്റെ ഓരോരുത്തർക്കും മിന്നൽ കൊണ്ട് ഷോക്കേറ്റിരിക്കുകയാണ്. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കുക. ഞാനാണ് ഷക്കാൽ. ഇനി എത്ര നേരം ജയ്സിംഗ് തന്റെ കൊട്ടാരത്തിൽ പതുങ്ങിയിരിക്കും? ആ സൺസിറ്റിയെ ആ ഇലക്ട്രോ ലേഡിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ അവൻ പുറത്തേക്ക് വന്നല്ലേ പറ്റൂ. ജയ്സിംഗ് ചൗഹാൻ ഒന്ന് ഞെട്ടിക്കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരല്പം കാത്തിരിക്കുക, നമുക്ക് ഒരുമിച്ച് പോവാം. ഒരു പ്രാവശ്യം ഇലക്ട്രോ ലേഡി തന്റെ ജോലി തീർക്കട്ടെ. മുത്തശ്ശ, അവളുടെ കളി നമ്മൾ അവസാനിപ്പിക്കണം. ഇനിയും നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഞാൻ ഉടൻ തന്നെ പുറത്തേക്ക് പോയി ഇലക്ട്രോ ലേഡിയെ തടഞ്ഞു നിർത്താം. രുദ്ര, ഈ കാര്യത്തിൽ ധൃതി കാണിക്കരുത്. നമ്മൾ ഫസ്റ്റ് റൂൾ ഒരിക്കലും മറക്കരുത്. ഫോക്കസ് ആൻഡ് ബിലീവ്. നമുക്കൊന്നിച്ച് ഇലക്ട്രോ ലേഡിയെ ഡീൽ ചെയ്യാം. പക്ഷെ ടോട്ടൽ പ്ലാനിങ്ങോടെ ഇത് പ്ലാൻ ചെയ്യണം. കേൾക്ക്, ഇന്ന് ഞാൻ നിനക്ക് പുതിയൊരു മന്ത്രം പഠിപ്പിച്ചു തരാം.